ഡോക്ടർ, ഫേസിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? ഫേസിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് എന്ന് പറയുന്നത് പല റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പം അതിന്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ചില ആൾക്കാരിൽ ആക്നി ഇഷ്യൂസ് ഉണ്ടാവും, ഫേസിൽ പിമ്പിൾസ് ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ പിഗ്മെന്റേഷൻ ഡെവലപ്പ് ചെയ്യാം. സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന പിഗ്മെന്ററി ചേഞ്ച് ആണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ. അത് ആക്നിയോട് അനുബന്ധിച്ചാണ് ഉണ്ടാവുക. ഇനി ചില ആൾക്കാരിൽ ഒരു പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ മെനോപോസ് ടൈമിലൊക്കെ നമുക്ക് ചീക്സിലായിട്ട് ബൈലാറ്ററലി രണ്ട് സൈഡിലായിട്ടും ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണാൻ സാധിക്കും. ഇതിന് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയും. ഇനി വേറെ ചില ആൾക്കാരിൽ ഹെയർ ഡൈയുടെ യൂസ് കാരണം ഫേസിലെ ലാറ്ററൽ സൈഡിൽ പിഗ്മെന്റേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് യൂഷ്വലി ആ ഹെയർ ഡൈയുടെ അലർജി കൊണ്ടുണ്ടാവാം. പിന്നെ ചില ആൾക്കാരിൽ ഈ ഹൈഡ്രോക്വിനോൺ കണ്ടെയ്നിങ് ക്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പിഗ്മെന്റേഷൻ ഡെവലപ്പ് ചെയ്യാം. അതിന് റീൽസ് മെലനോസിസ് എന്ന് പറയും. അങ്ങനെ പല റീസൺസ് ആണ് പിഗ്മെന്റേഷന് ഉണ്ടാവുക. ഇനി ചില ആൾക്കാരിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ചുണ്ടിന്റെ സൈഡിലുള്ള കറുപ്പ്, അതുപോലെ തന്നെ പെരി ഓർബൈറ്റൽ മെലനോസിസ് എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്താണോ കോസ് അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിക്കലി ക്രീംസ് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. കെമിക്കൽ പീൽ പോലത്തെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ലേസേഴ്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാൻ പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യും. ലൈക്ക് ക്ലെൻസേഴ്സ്, ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ പറയും, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് ബേസിക് റുട്ടീനാണ്. അതിനുശേഷം എന്താണോ കോസ് ഓഫ് പിഗ്മെന്റേഷൻ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടോപ്പിക്കലി നമുക്ക് പലതരത്തിലുള്ള ആന്റി പിഗ്മെന്റേഷൻ ക്രീംസ് അല്ലെങ്കിൽ ഡീപിഗ്മെന്റിംഗ് ക്രീംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈക്ക് കോജിക് ആസിഡ്, ട്രാനക്സാമിക് ആസിഡ്, ആൽഫ അബ്യൂട്ടിൻ, വൈറ്റമിൻ സി, അങ്ങനത്തെ പല കണ്ടന്റ്സ് ഉള്ള ടോപ്പിക്കൽ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ നമുക്ക് പ്രൊസീജിയേഴ്സും ചെയ്യാം, ലൈക്ക് കെമിക്കൽ പീൽസ്. അതും എത്രമാത്രം ഈ പിഗ്മെന്റേഷന് ഡെപ്ത് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഡെപ്തിലുള്ള പീൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. ലൈക്ക് സൂപ്പർഫിഷ്യൽ പീൽസ് ഉണ്ട്, മീഡിയം ഡെപ്ത് പീൽസ് ഉണ്ട്. പിഗ്മെന്റേഷന്റെ ഡെപ്ത് അനുസരിച്ച് നമ്മൾ അതും ഡിസൈഡ് ചെയ്യും. മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ലേസേഴ്സ് ആണ്. നമ്മൾ ലേസേഴ്സ് ഇതിന് യൂസ് ചെയ്യുന്നത് ക്യൂസിസ്റ്റ് എൻഡിആർ ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ലേസറാണ്. ഇതും മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. യൂഷ്വലി ഒരു 4 to 6 weeks ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ടാവും. എന്നിട്ട് മൾട്ടിപ്പിൾ സിറ്റിംഗ് ലൈക്ക് 5 to 6 സിറ്റിംഗ്സ് ആയിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.